അങ്ങനെ നമ്മളിന്ന് നോക്കാൻ പോകുന്ന ചില വിഷയങ്ങൾ, അതുപോലെ വീഡിയോകൾ എന്തൊക്കെയാണെന്ന് വെച്ചാൽ, പുതിയ കുറച്ച് വീഡിയോകൾ ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ എല്ലാവർക്കും എൻ്റെ പുതിയ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ചാനലിൻ്റെ പേര് മാറ്റി അത് ന്യൂ കാറ്റ് എന്നാക്കിയിരിക്കുകയാണ്. ചാനലിൻ്റെ പേര് മോശമാണെന്ന് എല്ലാവരും അഭിപ്രായപ്പെട്ടതിനെ തുടർന്നാണ് അത്. സുഹൃത്തുക്കളെ, നമ്മൾ ആരും അധികം ചെയ്യാത്തൊരു വീഡിയോ ആണ് ഞാൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അതായത് ഇസ്ലാമിൽ ഈ പ്രവാചകന്മാരെക്കുറിച്ച് എന്താണ് പറയുന്നത് എന്നാണ്. ഇസ്ലാമിൻ്റെ പ്രവാചകന്മാർ എന്ന് പറഞ്ഞാൽ ആര്, അഥവാ ഇസ്ലാം മതം എന്ന് പറഞ്ഞാൽ എന്ത് എന്നാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇസ്ലാം മതം എന്തിനെ പറ്റി പറയുകയാണെങ്കിൽ എന്ന് പറഞ്ഞാൽ, ഇസ്ലാമത്തിൽ പ്രവാചകന്മാരാണ് ഈ മതം കൊണ്ടുവന്നിട്ടുള്ളത്. അല്ലാതെ വേറെ മതത്തിൽ നിന്ന് കടമെടുത്ത ഒന്നും തന്നെ അതിലില്ല. ജനങ്ങൾ പലതും പറയും. അതായത് ആദം നബിയിൽ നിന്നാണ് നാം മനുഷ്യരെല്ലാം ഉണ്ടായത് എന്നാണ് ഖുർആനിൽ പറയുന്നത്. ഈ വിഷയം പറയുകയാണെങ്കിൽ ഒരുപാടുണ്ട്. നമ്മളിപ്പോൾ ഉദ്ദേശിക്കുന്നത് ഈ പ്രവാചകന്മാരെ പറ്റി പറയാൻ മാത്രമാണ്. ആദം നബീനെ സൃഷ്ടിച്ച ശേഷം, ആദം നബീനെ ആകാശത്താണ് സൃഷ്ടിച്ചിട്ടുള്ളത്. എന്നിട്ട് അവർ സ്വർഗത്തിലായിരുന്നു. ഈ സ്വർഗത്തിൽ ഇരുന്ന ആദം നബി അവിടെ പിന്നെ ഏകാന്തനായിട്ട് ഇരിക്കാൻ തുടങ്ങിയ ശേഷം അദ്ദേഹത്തിൻ്റെ വാര്യലിൽ നിന്ന് മറ്റൊരു അത്ഭുതകരമായൊരു സൃഷ്ടി അള്ളാഹു നടത്തുകയാണ്. അതാണ് ഈ സ്ത്രീ എന്ന് പറയുന്നത്. ആ സ്ത്രീയുടെ പേര് ഹവ്വ എന്നാകുന്നു. അപ്പോൾ ഈ ഹവ്വ, ആദം നബി പ്രവാചകനാകുമ്പോൾ പിന്നെ ഹവ്വ എന്നുള്ളത് ഹവ്വ ബീവിയാണല്ലോ. അങ്ങനെ അത് അവരിനെ അംഗീകരിക്കുകയാണ് നമ്മൾ ചെയ്യുന്നത്. അംഗീകരിക്കുക ചെയ്തേ പറ്റൂ. ഇപ്പം നമ്മൾ പറയാൻ പോകുന്ന വിഷയം അതല്ല. ഈ ആദം നബിക്ക് ശേഷം, ഈ ആദം നബിനെ ആരും കണ്ടിട്ടില്ലല്ലോ. ആദം നബിക്ക് ആകെ 3 മക്കളാണ് ഉണ്ടായത് എന്ന് പറയുന്നു. ഹാബീലും പിന്നെ ഒരു പെണ്ണും. അങ്ങനെ പിന്നെ അതിലൊരാളെ മറ്റൊരാൾ വധിക്കുകയാണ് ചെയ്യുന്നത്. പിന്നീട് ആ ബാക്കിയാക്കപ്പെട്ട പുരുഷനും ബാക്കിയാക്കപ്പെട്ട സ്ത്രീയും തമ്മിൽ വിവാഹം ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ സ്വാഭാവികമായും ചോദിക്കുന്നൊരു ചോദ്യമുണ്ട്, അപ്പോൾ അവർ ആങ്ങളും പെങ്ങളും അല്ലേ എന്നുള്ളത്. അപ്പോൾ അതെന്താണെന്ന് വെച്ചാൽ, അങ്ങനെ ഒരു സംസ്കാരത്തെപ്പറ്റി അവിടെ സംസാരിക്കേണ്ട ആവശ്യം ഉദിക്കുന്നില്ല. കാരണം എന്താ വെച്ചാൽ, ആകെ പിന്നെ ഒരു സ്ത്രീയും പുരുഷനുമായിട്ട് വരികയാണ് ചെയ്യുന്നത്. അപ്പോൾ ആദം നബിയും ഹവ്വ ബീവിയും എവിടെ ആയിരുന്നു എന്ന ചരിത്രമൊന്നും പറയുന്നില്ല. അവർക്കുണ്ടായ മക്കളെ പറ്റിയാണ് പറയുന്നത്. ഇങ്ങനെ ഈ മക്കൾ പിന്നെ അങ്ങനെ വിവാഹം കഴിക്കുകയും അതിൽ പിന്നെ ഒരുപാട് കുട്ടികൾ, സമൂഹങ്ങൾ ഒക്കെ ആയിത്തീരുകയാണ് ചെയ്തത്. പക്ഷെ അതിന് ശേഷം പിന്നെ ജനങ്ങൾ ഒരുപാട് തെമ്മാടിത്തങ്ങളും കാട്ടുന്ന ജനങ്ങളും, അതുപോലെ തന്നെ ഈ പല ഗോത്രങ്ങളായും വംശങ്ങളായും തമ്മിൽ പോരടിച്ചും ഒരുപാട് അതിക്രമങ്ങളിലൂടെയും മനുഷ്യരങ്ങനെ ഈ ഭൂമിയിൽ കൊണ്ട് ഒന്നാകെ വാഴാൻ തുടങ്ങിയപ്പോഴാണ് ഈ സത്യത്തിൽ ഈ പ്രവാചകന്മാരുടെ ആവശ്യമുണ്ടായത്. ഈ പ്രവാചകന്മാരെന്ന് പറയുമ്പോൾ അതാത് സമൂഹത്തിൽ നിന്ന് തന്നെ ഒരാൾ ഉയർത്തെഴുന്നേൽക്കുക അല്ലെങ്കിൽ പ്രത്യക്ഷപ്പെടുക എന്ന രീതിയിലാണ് നമ്മളിതുവരെയും കണ്ടിട്ടുള്ളൂ. അപ്പോൾ ആ ചരിത്രങ്ങൾ ആർക്കും അറിയില്ല. അധികം മതം അറിയാത്തവരുണ്ട്, മതം അറിയുന്നവരുണ്ട്. അപ്പോൾ എന്താ വിഷയം വെച്ചാൽ, ആദ്യം വന്ന നബി, ഈ ഖുർആൻ്റെ വെളിച്ചത്തിലേ നമുക്കിത് പറയാൻ സാധിക്കുള്ളൂ. ആദ്യം വന്ന നബിയാണ് നൂഹ് നബി എന്നാണ് പറയുന്നത്. ഈ നൂഹ് നബി ആകട്ടെ പിന്നെ അതിലെത്രയോ കാലഘട്ടം പറയുന്നുണ്ട്. ഒരുപാട് 10-60 കൊല്ലമൊന്നുമല്ല, ഒരുപാട് കൊല്ലം ഈ
950 കൊല്ലക്കാലമാണ് പറയുന്നത് ചരിത്രത്തിൽ. അതാണ് ഈ കിതാബിൽ നോക്കിയിട്ടാണ് പറയുന്നത്. 950 കൊല്ലക്കാലം ദീൻ നടത്തുകയാണ് ചെയ്തത്. ദീൻ നടത്തുക പറഞ്ഞാൽ അവർക്ക് പ്രത്യേക മതഗ്രന്ഥങ്ങളൊന്നും തന്നെ ഇല്ല. നൂഹിന് ഒരു അരുളപ്പാടുണ്ടാവുകയാണ് ചെയ്തത്. എന്താ വെച്ചാൽ ഈ നശിച്ച ജനതകളെ മുഴുവൻ എന്തു ചെയ്യും റബ്ബേ? ഇവിടെ പശുക്കളെ ആരാധിക്കുന്നവർ, കഴുതകളെ ആരാധിക്കുന്നവർ, മനുഷ്യരെ ആരാധിക്കുന്നവർ, തെമ്മാടിത്തങ്ങളിൽ ഏർപ്പെടുന്നവർ, മനുഷ്യരെ കൂട്ടക്കുരുതി ചെയ്യുന്നവർ, മനുഷ്യനെ കൊന്ന് കരളുകൾ തന്നെ തിന്നുന്ന മനുഷ്യരായിരുന്നു എന്നാണ്. അതന്നെ ചില ഗോത്രങ്ങളിലെ മനുഷ്യരെ പറ്റി പറയുകയാണെങ്കിൽ അത് ഞാൻ മറ്റൊരു കഥയിൽ ഞാൻ വിവരിക്കാം. നമുക്ക് ആദ് വംശജരെ പറ്റിയും അതുപോലുള്ള ചില അതിൻ്റെ ഹൂദ് നബിയെ പറ്റിയുമൊക്കെ പറയാനുണ്ട്. അത് സംഭവിക്കുന്ന നമ്മൾക്ക് ഈ നൂഹ് നബിക്ക് ശേഷമാണ്. അങ്ങനെ ഈ നൂഹ് നബി ഒരു മലയുടെ മുകളിൽ കയറിയിട്ട് ഒരു കപ്പലുണ്ടാക്കുകയാണ്. ഈ നൂഹ് നബി എന്ന് പറയുമ്പോൾ അവർ ഒരു ആശാരിപ്പണി എടുത്തുകൊണ്ടിരിക്കുന്ന ആളായിരുന്നു. അതായത് അന്നും അത് ഇന്നും അത് മാന്യമായ തൊഴിൽ എല്ലാവരും കൊടുക്കാമല്ലോ. അങ്ങനെ ഈ അദ്ദേഹത്തിൻ്റെ ഭാര്യ പോലും അദ്ദേഹത്തെ അംഗീകരിച്ചിരുന്നില്ല. ഒരു സമൂഹം പോയിട്ട് സമൂഹത്തിനോട് അവർ ദീനിയായ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. പക്ഷേ സമൂഹം ആ പ്രവാചകനെ അംഗീകരിക്കുന്നേയില്ല. അങ്ങനെ ഒരു നാഥനുണ്ടെങ്കിൽ, അങ്ങനെ ഒരു നിനക്കൊരു റബ്ബുണ്ടെങ്കിൽ, നമ്മളാരും കാണാത്തൊരു റബ്ബുണ്ടെങ്കിൽ, ഞങ്ങളിന്ന് വരെ ഇതെല്ലാം ഇതായി വിശ്വസിച്ച് പോന്നിരുന്ന റബ്ബ് എന്ന് പറയുന്നത് ഞങ്ങളുടേതായ ദേവന്മാരും ദേവകളും ഒക്കെ ആയിട്ടുള്ളതാണ്. പക്ഷേ നിൻ്റെ ഒരു റബ്ബ് ഞങ്ങളൊക്കെ വകവരുത്തും എന്ന് പറഞ്ഞാൽ അത് വിശ്വസിക്കാൻ ഞങ്ങൾ തയ്യാറില്ല എന്ന് ഈ ജനത പറയുന്നു. അങ്ങനെ ഈ ജനത നൂഹ് നബിയെ വെല്ലുവിളിക്കുകയാണ് ചെയ്യുന്നത്. അങ്ങനെ വെല്ലുവിളിച്ചതിന് ശേഷം നൂഹ് നബിക്ക് പിന്നെ ഒരു അരുളപ്പാടുണ്ടാവുകയാണ്. അപ്പം നൂഹ് നബിയോട് ഈ റബ്ബ് സുബ്ഹാനഹു വ തആല പറയുന്നു, അങ്ങനെ ഒരു മലയുടെ മുകളിൽ ചെന്നിട്ട് അവിടെ ഒരു കപ്പൽ നിർമ്മിക്കാൻ പറഞ്ഞു. എന്നിട്ട് ആ കപ്പൽ ഒരു 2-3 ആഴ്ച ഉള്ളിൽ അത് ക്ലിയറായി. അപ്പോൾ ആ ജനങ്ങളൊക്കെ അദ്ദേഹത്തെ കളിപ്പിക്കാൻ തുടങ്ങി. മാനസികമാണെന്ന് വരെ പറയുന്ന ചില രംഗങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും. ഭ്രാന്താണ്, മാനസികമാണ്, അങ്ങനെ പറയുന്ന ആൾ. സ്വന്തം മക്കൾ പോലും അംഗീകരിക്കാത്ത ഒരവസ്ഥ വരുമ്പോൾ ഒരു മകൻ മാത്രം ആ പ്രവാചകനെ അംഗീകരിക്കുകയാണ് ചെയ്യുന്നത്. അങ്ങനെ ആ പ്രവാചകന് മലമുകളിൽ പോവുകയും അങ്ങനെ കുറേ ജനങ്ങൾ അദ്ദേഹത്തെ അനുഗമിക്കുകയും ചെയ്തു. എന്നാൽ ലക്ഷോപലക്ഷം ആളുകൾ അദ്ദേഹത്തെ എതിർത്ത് പറയുകയാണ് ചെയ്തത്. അങ്ങനെ പിന്നെ അതിഭയങ്കരമായ ഒരു മഴ ആരംഭിക്കുകയാണ്. ഈ മഴ ഒരുപാട് കാലം അങ്ങനെയാണ് നീണ്ടു നിൽക്കുകയാണ്. അപ്പോൾ അദ്ദേഹം ജനങ്ങളോട് പറയും, നിങ്ങളുടെ നാഥനോട് മാപ്പ് അപേക്ഷിക്കുക, നിങ്ങൾ ചെയ്ത തെറ്റുകൾക്കൊക്കെ മാപ്പ് അപേക്ഷിക്കുക, അല്ലെങ്കിൽ നിങ്ങളെ അവൻ വകവരുത്തും എന്നുള്ളതാണ് പറഞ്ഞിരുന്നത്. അപ്പോൾ അവന് നിങ്ങൾക്ക് ധാരാളമായി മഴ വർഷിപ്പിച്ച് തരും, അതുപോലെ സന്താനങ്ങളും സമ്പത്തും തന്ന് അവൻ നിങ്ങളെ സഹായിക്കും, തോട്ടങ്ങളുണ്ടാക്കിത്തരും, അരുവികൾ ഒഴുക്കിത്തരും. ഞാൻ അവരെ ഉറക്കെ വിളിച്ചു, പതുക്കെയും വിളിച്ചു, ഒറ്റക്കും വിളിച്ചു, കൂട്ടായും വിളിച്ചു, രഹസ്യമായും പരസ്യമായും വിളിച്ചു. എന്തു തന്നെയാവട്ടെ അവർ കണ്ണും കാതും പൊത്തി ശാഠ്യം പിടിച്ചതേയുള്ളൂ. അങ്ങേ അറ്റം അഹങ്കരിച്ച് കളഞ്ഞു അവർ. അപ്പോൾ അള്ളാഹുവിന് നിങ്ങളെ യാതൊരാദരവും കൽപ്പിക്കുന്നില്ലല്ലോ. നിങ്ങളെ സൃഷ്ടിച്ചത് അവനല്ലോ. മാത്രമോ അവൻ ആകാശം സൃഷ്ടിച്ചു, അതിൽ ചന്ദ്രനെ ഉണ്ടാക്കി വെച്ചു, അത് പ്രകാശമാണ്. സൂര്യനെ സൃഷ്ടിച്ചു, അത് ദീപമാണ്. അത്ഭുതകരമായ രീതിയിലാണ്
അവൻ നിങ്ങളെ മണ്ണിൽ നിന്ന് പടച്ചത്, അതിലേക്ക് തന്നെ നിങ്ങളെ മടക്കി കൊണ്ടുപോവുകയും ചെയ്യും. എന്നിട്ടോ അതിൽ നിന്ന് അവൻ നിങ്ങളെ വീണ്ടും പുറത്ത് കൊണ്ടുവരും. ഇത്രയൊക്കെ പറഞ്ഞിട്ട് അവർ നിഷേധികളായതേ ഉള്ളൂ. അതിനാൽ ഈ ആളുകളെ ഇനി ഭൂമിയിൽ ബാക്കി വെക്കരുത്. അള്ളാഹു നൂഹ് നബി അലൈഹി ഇസ്ലാമിൻ്റെ പ്രാർത്ഥന സ്വീകരിക്കുകയാണ്. കാരണം ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ഈ ജനത അനുസരിക്കണില്ല. അങ്ങനെ ഒരു കപ്പലുണ്ടാക്കിക്കൊള്ളാൻ പറഞ്ഞിട്ട് അള്ളാഹു നൂഹ് അലൈഹി ഇസ്ലാമിന് കൽപ്പന നൽകിയിട്ട് ആ കപ്പലാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ കപ്പലുണ്ടാക്കുമ്പോഴും ആ ജനത നൂഹ് നബി അലൈഹി ഇസ്ലാമിനെ വെറുതെ വിടാൻ തയ്യാറുണ്ടായിരുന്നില്ല. നൂഹ് എപ്പോഴാണ് ആശാരിയായത്? വെള്ളമില്ലാത്തിടത്ത് എന്തിനാണ് കപ്പൽ നിർമ്മിക്കുന്നത്? അവർ അദ്ദേഹത്തെ പരിഹസിച്ചു കൊണ്ടേയിരുന്നു. അത് പിന്നെ അങ്ങനെയാണല്ലോ. അപ്പം നമ്മൾ ഒരു തുള്ളി വെള്ളമില്ലാത്തൊരു മലയുടെ മുകളിൽ ഒരു കപ്പൽ ഒരാൾ ചെന്ന് പണിയാണെങ്കിൽ സാധാരണ ജനങ്ങൾ എന്തായിരിക്കും അതിൻ്റെ പ്രതികരണം നമുക്ക് ആലോചിക്കാവുന്നേ ഉള്ളൂ. അപ്പോൾ ആ ആട്ടും തുപ്പുമൊക്കെ കേട്ടിട്ട് ആ പ്രവാചകൻ അള്ളാഹുവിൻ്റെ വാക്ക് വിശ്വസിച്ചിട്ട് അങ്ങനെ ചെയ്യുകയാണ്. പക്ഷെ പ്രവാചകനെ വിശ്വസിക്കുന്നവർ അവിടെ ഉണ്ടെങ്കിൽ തീർച്ചയായും അവരെല്ലാവരും രക്ഷപ്പെട്ടേനെ. പക്ഷേ ജനതകൾ ഒന്നാകെ നഷ്ടപ്പെട്ടതായിട്ട് പറയുന്നില്ല. മറിച്ച് ഈ ഭൂമിയിലുണ്ടായിരുന്ന അനേകം ജീവജാലങ്ങൾ അതോടെ പണി കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ ശാസ്ത്രജ്ഞന്മാർ പറയണതെന്ന് വെച്ചാൽ ഈ ദിനോസറുകൾ അതുപോലുള്ള വലിയ വലിയ ജീവജാലങ്ങളൊക്കെ ഭൂമിയിലും അന്യഗ്രഹങ്ങളൊക്കെ വന്ന് പതിച്ചിട്ട് ചത്താണ്, അല്ലെങ്കിൽ മറ്റുള്ള മറിച്ചാണ്. പക്ഷെ ഇങ്ങനെയും ചാവാൻ സാധ്യതയുണ്ട്. അങ്ങനെ ചത്തിട്ടുമുണ്ട്. എന്തായാലും ശരി, നൂഹ് പണി കഴിഞ്ഞു, കപ്പൽ പൂർത്തിയായി, അള്ളാഹുവിൻ്റെ ശിക്ഷ വരികയായി. മഴയോട് മഴയാണ്. പിന്നെ എല്ലായിടത്തു നിന്നും വെള്ളം ഉറവെടുത്ത് തുടങ്ങി. വെള്ളം ഉയർന്നു വന്നു കയറി. രക്ഷപ്പെടാൻ വൻമരമില്ല, കുന്നുമില്ല, മലയില്ല, ഒന്നുമില്ല. എല്ലാം വെള്ളത്തിൽ മുങ്ങി. നാട് കടലായി. നൂഹ് അലൈഹിസ്സലാമിൻ്റെ കപ്പൽ മാത്രമുണ്ട് ഒരു രക്ഷ. പക്ഷെ ആ കപ്പലിൽ ഇത്ര ആൾ കൊള്ളുകയെന്നുണ്ടല്ലോ. കൊള്ളാവുന്നിടത്തോളം ആളെ, അതായത് നൂഹ് നബിയിൽ വിശ്വസിച്ച, അദ്ദേഹത്തെ വിശ്വസിച്ച, അങ്ങനെ ഒരു അള്ളാഹുവിനെ വിശ്വസിച്ച ആളുകൾ മാത്രമാണ് അതിൽ കയറിയത് എന്ന് കാണാം. അപ്പോൾ പിന്നെ ഇവിടെ ഈ മക്കയും മദീനയൊന്നും ഇവിടെ സംസാരിക്കാൻ തുടങ്ങിയിട്ടില്ല കേട്ടോ. അതാണ് ആദ്യം നമ്മൾ മനസ്സിലാക്കേണ്ടത്. നമ്മളിപ്പോൾ മനസ്സിലാക്കിക്കൊണ്ടിരിക്കുന്നതൊക്കെ എന്താണെന്ന് വെച്ചാൽ ഇത്തരം ചരിത്രങ്ങളൊക്കെ വിട്ടിട്ട് പിന്നെ മക്കയും മദീനയും പിന്നെ തല്ലും കുത്തും പള്ളിപൊളിയും കണികണ്ടൊക്കെ ആയിട്ട് അങ്ങനെ പോവുകയാണ് നമ്മളെ ചിന്ത. സത്യത്തിൽ ഇസ്ലാം എന്ന് പറയുന്നത് അനേകം പള്ളി കയറ്റിയിട്ടുണ്ടായതൊന്നുമല്ല. ഇസ്ലാം എന്ന് പറയുന്നത് നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. അത് എന്താണ് അത് പറയുന്നതെന്ന് തീർച്ചയായും ഏതൊരു വിദ്യാഭ്യാസം ആഗ്രഹിക്കുന്ന ആളും മനസ്സിലാക്കിയിരിക്കണം. അതിനാണ് ഞാൻ ഈ വീഡിയോ ചെയ്യാൻ ഉദ്ദേശിച്ചിരുന്നത്. കാരണം പല കിംവദന്തികളാണ് മുസ്ലിങ്ങളെ പറ്റി പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഈ മുസ്ലിങ്ങൾ എന്ന് പറഞ്ഞാൽ പേര് കൊണ്ട് മാത്രം മുസ്ലിം ആകുന്നില്ലല്ലോ. അതായത് ഒരു കൂട്ടം നല്ല മനുഷ്യരുടെ ഇടയിൽ ഇപ്പോൾ ഒരു കൂട്ടം 11 പന്ത് കളിക്കാർ ഇറങ്ങുന്നുണ്ട് ഒരു ടീമിൽ. അതിലൊരു കുരുത്തം കെട്ടുണ്ടെങ്കിൽ ആ 11 പന്ത് കളിക്കാർക്കും അത് വിഷയമാണ്. അവരെ കുറ്റം പറയും. ഇതേപോലെ ഇസ്ലാമിൽ ആരെങ്കിലും ഒരു തെമ്മാടിത്തം ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ഇസ്ലാമിന് തന്നെയാണ് കുറ്റം പറയുക. അതുപോലെ ഏത് മതത്തിൽ നിന്ന് ഇത് ചെയ്തോ, തെമ്മാടിത്തം ചെയ്തോ, അപ്പോൾ ആ മതത്തിന് തന്നെ അതിൻ്റെ ദോഷം. അപ്പോൾ അങ്ങനെ ചില കാര്യങ്ങൾ മനസ്സിലാക്കാണ്ട്. അപ്പോൾ ഈ വിശ്വാസികൾ എല്ലാവരെയും കപ്പൽ കയറ്റിയിട്ട് ഒപ്പം ജന്തുജാലങ്ങളിൽ നിന്ന് ഓരോ ജോഡിയും അള്ളാഹുവിൻ്റെ കൽപ്പന അനുസരിച്ചിട്ട് നൂഹ് നബി അലൈഹിസ്സലാം അങ്ങനെ ചെയ്തു. ഇങ്ങനെ ധിക്കാരികൾ മുഴുക്കെ ആ വെള്ളപ്പൊക്കത്തിൽ പെട്ട് ചത്തൊടുങ്ങി എന്നാണ് പറയുന്നത്. കഥ ഇങ്ങനെയൊന്നുമല്ല കേട്ടോ. നമ്മൾ രത്ന ചുരുക്കാണ് ഈ പറയുന്നത്. കഥ പറയുകയാണെങ്കിൽ ഒരുപാടുണ്ട്. അപ്പോൾ ധിക്കാരികൾ മുഴുക്ക വെള്ളപ്പൊക്കത്തിൽ പെട്ട് ചത്തൊടുങ്ങി. നൂഹ് നബി അലൈഹിസ്സലാം ധിക്കാരിയായ മകനും ഭാര്യയും അടക്കം എന്ന് പറയും. അതാ പറയുന്നത്. നൂഹ് നബി അലൈഹിസ്സലാമിൻ്റെ ധിക്കാരിയായിട്ടുള്ള മകൻ നൂഹ് നബി അലൈഹിസ്സലാമിനെ വെല്ലുവിളിക്കുകയും
പൗരഹത്യന്മാരുടെ കൂടെ അവരുടെ സംസ്കാരത്തിൽ ഏർപ്പെട്ടിട്ട് പിന്നെ പിതാവിനെ അംഗീകരിക്കാതെ മകനും ഭർത്താവിനെ അംഗീകരിക്കാത്ത ഭാര്യയും എന്ന് ഖുർആൻ എടുത്ത് ഉദ്ധരിച്ച ഒരു ടീമാണത്. അപ്പോൾ ആ ഭാര്യയും മകനും അടക്കം അല്പനാൾ കഴിഞ്ഞു, മഴ നിലച്ചു, ഉറവ വറ്റി, വെള്ളം വലിഞ്ഞു. അള്ളാഹുവിൻ്റെ അനുമതിയോടെ നൂഹ് അലൈഹിസ്സലാമും ആളുകളും നിലത്തിറങ്ങി. സത്യവിശ്വാസികളുടെ ഈ സമൂഹം ജീവിതം തുടർന്നു. അപ്പോൾ അതിൽ നിന്ന് ഉണ്ടായ ബാക്കി ആളുകളാണ് പിന്നെ മുസ്ലിം. എങ്കിൽ പിന്നെ എല്ലാ രാജ്യത്തുള്ള മനുഷ്യന്മാരും ജീവികളൊന്നും മരിച്ചതായിട്ടൊന്നും നമുക്കത് റിപ്പോർട്ട് ചെയ്യാൻ സാധ്യമല്ല. ഇനിയിപ്പോൾ ഇവിടുന്ന് നമുക്ക് മനസ്സിലാക്കിയെടുക്കാൻ ഞാൻ പറയുന്നത് മനസ്സിലാക്കിയെടുക്കാനും അതുപോലെ തന്നെ നിങ്ങളെ കുട്ടികൾക്ക് അല്ലെങ്കിൽ നിങ്ങൾക്ക് തന്നെ മനസ്സിലാക്കാനും ഒരു ചോദ്യാവലി പോലെ ഞാൻ പറയുന്നത്, ആദം അലൈഹിസ്സലാമിന് ശേഷം അള്ളാഹു പ്രവാചകന്മാരെ നിയോഗിക്കാൻ കാരണമെന്ത്? ഒരു ചോദ്യമാണ് കേട്ടോ. രണ്ടാമത്, നൂഹ് അലൈഹിസ്സലാമിൻ്റെ ജനതയിൽ നിലനിന്നിരുന്ന തിന്മകൾ എന്തെല്ലാം? അത് നമ്മൾ തിന്മകൾ എന്തെല്ലാം നല്ല ക്ലിയറായിട്ട് പഠിച്ചോളണം. കാരണം തിന്മക്കെതിരാണ് ഈ ഇസ്ലാം വന്നിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ആ ജനസമൂഹങ്ങൾ ചെയ്ത തിന്മക്ക് ഒരന്തുമില്ല. അപ്പോൾ അത്തരം ജനതകളെ പിന്നെ ഭൂമിയിൽ വെച്ചിരുന്നിട്ട് കാര്യമില്ല. നമ്മൾക്കാർക്കും കൊല്ലാൻ സാധ്യത. കാരണം നമ്മൾ കൊന്നാൽ അല്ലെങ്കിൽ അത് വേണ്ടാന്ന് വെച്ചിട്ട് ആട്ടിയെത്തിയാലൊക്കെ എത്ര വെച്ചിട്ട് ആട്ടിയെത്ത് ഇറുമ്പ് പോലെയുള്ള മനുഷ്യന്മാർ. ആ മനുഷ്യന്മാർക്ക് മുഴുവൻ വിദ്യാഭ്യാസം ഇല്ലാതായിട്ട് തോന്നിയത് മുഴുവൻ ചെയ്ത് കൂട്ടി പിന്നെ റബ്ബിന് മാത്രമേ അവരെ നശിപ്പിക്കാൻ പറ്റൂ. അതാണ് ഇസ്ലാമിൻ്റെ ചരിത്രം മുഴുവനും. തന്നെയല്ല, ഓരോ പ്രവാചകനും ഒരേ സ്ഥലത്തല്ല വന്നിട്ടുള്ളത്. ഓരോ പ്രവാചകനും വിവിധ സ്ഥലത്താണ് വന്നിട്ടുള്ളത്. ഇനി മൂന്നാമത്തെ ചോദ്യം എന്താ വെച്ചാൽ, നൂഹ് അലൈഹിസ്സലാമിൻ്റെ ജനത ആരാധിച്ചിരുന്ന പ്രധാന വിഗ്രഹങ്ങളുടെ പേര് പറയുക. അതായത് അവർ വിഗ്രഹങ്ങൾ ആരാധിച്ചിരുന്നു. ഇന്ന് നമ്മൾ ഈ കാണുന്ന വിഗ്രഹങ്ങളൊന്നുമല്ല, പലതരം വിഗ്രഹങ്ങൾ ഉണ്ടാക്കിയിട്ട് അവർ ആരാധിച്ചു. ഇനി നാലാമത്തെ കാര്യം, നൂഹ് അലൈഹിസ്സലാമിൻ്റെ പ്രബോധന കാലം എത്രയായിരുന്നു? ഞാൻ നേരത്തെ ഒരു അത്ഭുതകരമായ ഒരു സംഖ്യ പറഞ്ഞു. എത്രയാണത്? 950 കൊല്ലക്കാലം. അപ്പം എങ്ങനെയാണ് ഇപ്പോൾ ഇത് സംഭവിക്കുക? നിങ്ങൾ അത്ഭുതപ്പെടുന്നുണ്ടാവും. അതായത് നമുക്കിപ്പോൾ ഏകദേശം ഒരു റസൂലിൻ്റെ കാലത്തെത്തിയപ്പോൾ ആളുകൾക്കൊക്കെ ആയുസ് വളരെ കുറഞ്ഞു. യഥാസ്ഥിതികമായിട്ടുള്ള ഒരു 100 വയസ്സ്, ഏറിയ 120 വയസ്സ്. അതിൻ്റെ അപ്പുറത്തേക്ക് ഇനി മനുഷ്യർക്ക് ആയുസില്ല. ഇത് നോക്കുമ്പോൾ 950 കൊല്ലക്കാലം എന്ന് പറഞ്ഞാൽ അത്രയും വയസ്സ് ഈ നൂഹ് നബിക്കുണ്ടായിട്ടുണ്ട്. അത് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. പിന്നെ അത് വെച്ചിട്ട് എല്ലാ മനുഷ്യർക്കും അങ്ങനെ ഉണ്ടായില്ല. പക്ഷേ ഏറ്റവും കൂടുതൽ ജീവിച്ചിരിക്കുന്ന വ്യക്തികളിൽ പ്രമുഖമായിട്ടുള്ള സ്ഥാനം ഉണ്ടായിട്ടുണ്ട് ആ പ്രവാചകന്. ഇത്രയൊക്കെ കാലം പ്രബോധനങ്ങൾ നടത്തിയിട്ടും ജനങ്ങളത് വിശ്വസിക്കാൻ തയ്യാറായില്ല എന്നുള്ളതാണ്. അവരുടെ ഇടയിൽ നിന്ന് തന്നെയാണ് ആ പ്രവാചകൻ അല്ലാഹു സുബ്ഹാനഹു വ തആല തിരഞ്ഞെടുത്തത് എന്ന് നമുക്ക് കാണാം. ഇനിയിപ്പം നമ്മൾ ചരിത്രം പറഞ്ഞു വരുമ്പോൾ ഇത് കൂടാതെ ഒരുപാട് പ്രവാചകന്മാരെ നമ്മൾ പരിചയപ്പെട്ടിട്ടുണ്ട്. പിന്നെ ഇസ്ലാമിൻ്റെ ഇതിൻ്റെ കാതലായ വശങ്ങൾ നമ്മൾ മനസ്സിലാക്കുന്നുണ്ട്. എപ്പോഴാണ് ഈ 5 നേരമുള്ള നിസ്കാരങ്ങൾ വന്നതെന്ന് നമ്മൾ മനസ്സിലാക്കുന്നുണ്ട്. അത് ആരാലാണ് വന്നതെന്ന് മനസ്സിലാക്കുന്നുണ്ട്. എപ്പോഴാണ് നിസ്കാരം തുടങ്ങിയത് എന്ന് മനസ്സിലാക്കുന്നുണ്ട്. ആദ്യമുള്ള മുസ്ലിങ്ങൾ നിസ്കരിച്ചിരുന്നോ ഇല്ലയോ എന്ന് നമ്മൾ മനസ്സിലാക്കുന്നുണ്ട്. ആരാണ് യഹൂദികൾ, ആരാണ് എന്താ പറയുക ഇസ്രയേലികൾ, ആരാണ് മുസ്ലിങ്ങൾ എന്നൊക്കെ നമുക്ക് ഈ വീഡിയോയിലൂടെ നമുക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല സാധിപ്പിക്കുകയാണെങ്കിൽ പരിചയപ്പെടാൻ ഞാൻ അവസരമൊരുക്കാം.
അള്ളാഹു അതിനെ സാധിപ്പിക്കട്ടെ. ഇത് ഞാൻ കേൾക്കുന്ന എല്ലാവർക്കും ഇസ്ലാമിനോടുള്ള സംശയങ്ങൾ, മറ്റുള്ള കാര്യങ്ങൾ ഒക്കെ നമുക്ക് ദൂരീകരിക്കാൻ വേണ്ടിയിട്ടാണ് ഈ വീഡിയോ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ഇനി 5-ാമത്തെ ഒരു ചോദ്യം, അള്ളാഹുവിനോടുള്ള നൂഹ് നബി അലൈഹി ഇസ്ലാമിൻ്റെ ആവലാതി എന്തായിരുന്നു എന്നൊരു ചോദ്യം. ഇതെന്തിനാണ് ഞാൻ ചോദിക്കുന്നത് വെച്ചാൽ, ഞാൻ പറയുന്നത് നിങ്ങൾ ശ്രദ്ധിക്കുന്നുണ്ടോ, കേൾക്കുന്നുണ്ടോ എന്നറിയാനാണ്. നിങ്ങൾ ശ്രദ്ധിക്കണം. ഞാൻ ഈ കഥ പറഞ്ഞ് തീരുന്നത് വരെ ഞാൻ ഇങ്ങനെ സംശയങ്ങൾ ചോദിച്ചുകൊണ്ടിരിക്കും. അപ്പോഴേ നിങ്ങൾക്ക് അത് പഠിഞ്ഞോ പഠിഞ്ഞില്ലേ എന്നൊക്കെ മനസ്സിലാക്കാൻ പറ്റും. ഇത് കേൾക്കുന്ന ക്രിസ്ത്യാനികളുണ്ടാവാം, മുസ്ലിങ്ങളുണ്ടാവാം, ഹിന്ദുക്കളുണ്ടാവാം, പിന്നെ അതിൽ പെടാത്തവരുണ്ടാവാം, പലവിധ മതക്കാരുണ്ടാവാം. ഇതേപോലൊക്കെ തന്നെ പണ്ടും ഉണ്ടായിരുന്നു. ഒരു കഴമ്പില്ലാത്ത മതങ്ങൾ, കഴമ്പുള്ള മതങ്ങൾ, ആവശ്യമില്ലാത്ത മതങ്ങൾ ഒക്കെ. ഇനി നമുക്കൊരു ചോദ്യം ചോദിക്കാം. 6-ാമത്തെ ചോദ്യമാണ്, നൂഹ് നബി അലൈഹി സ്വലാമിൻ്റെ ജനതയെ എങ്ങനെയാണ് അള്ളാഹു ശിക്ഷിച്ചത്? ഇപ്പം ഞാൻ ചോദിക്കുമ്പോൾ നിങ്ങൾക്ക് പറയാൻ കഴിയും, അത് ഒരു മഹാപ്രളയം മൂലമായിരുന്നു. നമ്മളാരും കേൾക്കാത്ത കഥ ഒന്നുമല്ല. അതിനെപ്പറ്റി സിനിമ വരെ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ അതൊരു തമാശ രൂപത്തിൽ, സിനിമ എന്ന രൂപത്തിലേക്ക് മാറ്റേണ്ട കാര്യമൊന്നുമല്ല. ഇത് പ്രപഞ്ചത്തിൽ സംഭവിച്ചതാണ്. അള്ളാഹു സുബ്ഹാനഹു തആല അവൻ്റെ പ്രവാചകന്മാരനെ ഭൂമിയിൽ ഇറക്കിയിട്ട് അള്ളാഹു ഉണ്ട് എന്ന് കാണിച്ചു തന്നുള്ള മകുട ഉദാഹരണങ്ങളാണ്. ഇതൊന്നും കളഞ്ഞിട്ട് ഈ മതത്തിൽ നിന്ന് പോരാൻ സാധിക്കില്ല. ഇസ്ലാമിൽ ഇപ്പം ചിലർ പറഞ്ഞ് കിംവദന്തികൾ പരത്തുന്നുണ്ട്. മുൻകഴിഞ്ഞ കാലഘട്ടങ്ങളിലെ പ്രവാചകന്മാർ മുഴുവൻ ഇസ്ലാമിൻ്റേതാണെന്ന് സ്വയം കരുതി കൂട്ടിയിട്ട് വെപ്രാളപ്പെട്ട് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അത് ഖുർആൻ എന്താണെന്ന് അറിയാത്ത ഒരുപാട് മനുഷ്യന്മാരുണ്ട്. അവർ പറയുന്ന കഥയാണത്. സത്യത്തിൽ ഖുർആനിലൂടെ നമ്മളാണ് വരുമ്പോഴാണ് ഇതെല്ലാം നമുക്ക് മനസ്സിലാകുന്നത്. അല്ലാതെ ഇഞ്ചീലിൽ ചെന്ന് കഴിഞ്ഞാലോ, തൗറാത്തിൽ ചെന്ന് കഴിഞ്ഞാലോ, മറ്റുള്ള ഇതിൽ ചെന്ന് കഴിഞ്ഞാലൊന്നും ഈ ഫിനിഷിങ് ഉണ്ടാവില്ല. ഈ ഫിനിഷിങ് വരുന്നത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിലൂടെയാണ്. അതോടെ അത് അവിടെ പൂർത്തിയാവുകയും ചെയ്യുകയാണ്. പിന്നെ പ്രവാചകന്മാരുണ്ടായില്ല. എൻ്റെ ആവശ്യമില്ല. എന്തിനാ ഈ വൃത്തികെട്ട ജനതനെ സംരക്ഷിക്കാൻ ഈ പ്രവാചകന്മാർ? നശിച്ചു പോയിക്കോട്ടെ, അതാ നല്ലത്. മക്ക വരെ പൊളിക്കുന്നു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു വെച്ചിട്ടുണ്ട്. അത് അതുപോലെ തന്നെ സംഭവിക്കും. പക്ഷേ അതേ മക്കേനെ തന്നെ ഈ റബ്ബ് സുബ്ഹാനഹു തആല സംരക്ഷിച്ചിട്ടുണ്ട്. ഖുർആനിൽ പറയുന്നുണ്ട്. അബ്രഹത്ത് രാജാവ് ഈ മക്ക പൊളിക്കാൻ വന്നത് ആനപ്പടയുമായിട്ടാണ്. അന്ന് ഒരൊറ്റ ആളും അബ്രഹത്ത് രാജാവിനെതിരെ യുദ്ധം ചെയ്തിട്ടില്ല. പിന്നെ ആരാ യുദ്ധം ചെയ്തതെന്നറിയോ? അതാണ് അത്ഭുതകരമായ അമേസിങ് ആയിട്ടുള്ള ന്യൂസ്. എന്താ വെച്ചാൽ കിളികളായിരുന്നു. തൊയ്ർ എന്ന് പറയുന്ന കിളികളുടെ പേരാണ് തൊയ്ർ. തൊയ്റിന് അബാബീല തിർമീഹിം ബിജാറത്തി മിൻ സിജ്ജീൽ ഫജഅലഹും കഅസ്ഫിൻ മൗകൂൽ എന്നൊക്കെ കേട്ടിട്ട് നമുക്ക് ഓതിയാൽ നമുക്ക് അർത്ഥം അറിയില്ല. നമ്മൾ അധികം അറിവില്ലാത്ത മനുഷ്യരാണ്. പക്ഷേ അറിവുള്ള മനുഷ്യർ ഓതിയിട്ട് നമുക്ക് കേൾക്കാൻ സാധിക്കും. നമ്മൾ ഖുർആനൊന്നും മലയാളത്തിലാക്കിയിട്ടില്ല. മലയാളത്തിലാക്കുന്നവരുണ്ട്, ആക്കുന്നതുകൊണ്ടും കുഴപ്പമില്ല. അതിനെ എതിർക്കുന്നവരൊക്കെ ഉണ്ട്. പക്ഷേ നമ്മളൊരു ചെറിയൊരു അഭിപ്രായത്തിൽ മലയാളത്തിൽ ആക്കുന്നതുകൊണ്ട് പ്രശ്നമൊന്നുമില്ല. ചില പള്ളിയിൽ മലയാളത്തിൽ ഓതുന്നുണ്ട്, ചിലയിടത്തും മലയാളത്തിൽ ഓതാത്തതുമുണ്ട്. മലയാളത്തിൽ ഓതിയ അതിൻ്റെ ഈ സിഫത്തുകൾ, അതുപോലുള്ള മറ്റേ കുറച്ച് എന്താ പറയുക, അതിൻ്റെ ഒരു കാതലായിട്ടുള്ള ഒരു ഇതൊക്കെ പോവും എന്ന് സങ്കല്പിച്ചിട്ട് കരുതി പോകുന്നവരുണ്ട്. പക്ഷെ എൻ്റെ അഭിപ്രായത്തിൽ എന്താ വെച്ചാൽ, എൻ്റെ മാത്രമല്ല, ഇപ്പോൾ പുതിയ ആളുകളുടെ അഭിപ്രായ പ്രകാരം മലയാളത്തിൽ ആകുന്നതുകൊണ്ട് കുഴപ്പമില്ല. അത് എത്രയും വേഗം ആവണം എന്നാണ് സത്യത്തിൽ. ഇനിയിപ്പോൾ മലയാളത്തിലായി, അറബിയിലായി, എങ്ങനെയായി, മനുഷ്യൻ നന്നായിരിക്കണമെന്നാണ് ഖുർആൻ പറയുന്നത്. അല്ലാതെ ഖുർആൻ കുറേ മലയാളത്തിലും മറ്റുള്ള ഭാഷയിലും അങ്ങനെ ഓതിപ്പോയിട്ട് കാര്യമില്ല. ഇത് കേൾക്കുന്ന മനുഷ്യൻ നന്നാവണം. അതിനാണ് ഈ ഖുർആൻ വന്നിട്ടുള്ളത്. നമ്മളിപ്പോൾ ഉദ്ദേശിക്കുന്നത് എന്താ വെച്ചാൽ, ഖുർആൻ എത്രമാത്രം അച്ചടിച്ചിട്ട് ജനങ്ങൾക്ക് വിറ്റ് അത്ര കായുണ്ടാക്കും. അങ്ങനത്തെ ജനവിഭാഗങ്ങളുണ്ട്.
ഖുർആൻ ഓത്തി മറിച്ചിട്ട് കുറേ കായുണ്ടാക്കുക, ഖുർആനിൽ കുറേ തങ്ങന്മാർ വന്നിട്ടിരിക്കുക, ചിലർ മുണ്ടിട്ട് മണ്ടുക, ചിലർ മുണ്ട് മണ്ണിൽ പുതച്ചിട്ട് കായുണ്ടാക്കുക, പല മോഡലിലുണ്ട്. ഇതൊക്കെ തന്നെ, ഇതൊന്നും മതത്തിനോടൊരു ബന്ധവുമില്ല. മതത്തിനോട് ബന്ധമുള്ളത് പ്രവാചകന്മാർക്കാണ്. ആ പ്രവാചകന്മാരെ പറ്റിയാണ് നാം പരിചയപ്പെടുന്നത്. ഈ ബൈത്തുൽ മുഖദ്ദിസൊക്കെ എങ്ങനെ ഉണ്ടായി എന്ന് ഞാൻ ലാസ്റ്റ് പറയുന്നതായിരിക്കും. ഇപ്പം മുസ്ലിങ്ങളെ തന്നെയാണോ ഈ മറ്റേ ഇസ്രയേലികൾ അടിക്കുന്നത് എന്ന് നമുക്ക് ഇതിലൂടെ ചോദ്യം ചെയ്യാൻ സാധിക്കും. സത്യത്തിൽ ആരാണ് മുസ്ലിങ്ങൾ എന്നൊക്കെ നമുക്ക് ഈ കഥകൾ കഴിയുമ്പോൾ എല്ലാതും സവിസ്തരം നിങ്ങൾക്ക് മനസ്സിലാക്കി തരും. അതിനാണ് ഈ വീഡിയോ ചെയ്യുന്നത്. ഇനി ഒരു ചോദ്യം കൂടി ചോദിക്കുന്നുണ്ട്. നൂഹ് നബി അലൈഹി സ്വലാമിൻ്റെ പ്രബോധനം ഏത് പ്രദേശത്തായിരുന്നു എന്ന്. നൂഹ് നബി അലൈഹി സ്വലാമിൻ്റെ പ്രബോധനം ഏത് പ്രദേശത്തായിരുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അത് ഞാനിവിടെ പറഞ്ഞിട്ടുണ്ടോ എന്നറിയില്ല. ഞാൻ വീഡിയോ ചുരുക്കാൻ വേണ്ടിയിട്ട് കുറച്ച് കാര്യങ്ങൾ ഞാൻ പറഞ്ഞിട്ടില്ല. ഒരു 2-3 ഏട് വിട്ടിട്ടാണ് ഞാൻ പറഞ്ഞത്. കാരണം അത് നൂഹ് നബിയുടെ ചരിത്രം എല്ലാവർക്കും അറിയുന്നതാണ് എന്നതുകൊണ്ടാണ് ഞാൻ അങ്ങനെ സംസാരിച്ചത്. പക്ഷേ അത് അദ്ദേഹത്തിൻ്റെ പ്രബോധന സ്ഥലം വളരെ എല്ലാവർക്കും അധികം അറിയുന്ന സ്ഥലമല്ല. പക്ഷേ കാരണം ഈ മക്ക എന്ന് മദീന എന്നൊക്കെ കേൾക്കുമ്പോൾ ആ ഭാഗങ്ങൾ മാത്രമേ നമുക്ക് അറിയുള്ളൂ. പക്ഷേ അത് അറബി നാടാണ്. ഈ അറബി നാട്ടിലേക്ക് ഈ ഖുർആൻ വരുന്നത് തന്നെ വേറെ പല മറ്റേ എന്താ പറയുക, ഭാഷകളിൽ നിന്നാണ്. ഉദാഹരണത്തിന് ഹീബ്രു ഭാഷയിൽ നിന്ന് തർജ്ജമ ചെയ്ത് അറബിയിലേക്ക് തർജ്ജമ ചെയ്ത് എന്നാണ് നമുക്ക് ചരിത്രം വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവുക. അതുപോലെ ഒരുപാട് ഭാഷയിലേക്ക് ഇത് ഖുർആൻ വിവർത്തനം ചെയ്യപ്പെട്ടിട്ടുണ്ട്. ഇംഗ്ലീഷിലുണ്ട്, ഹിന്ദിയിലുണ്ട്, തമിഴിലുണ്ട്, ഉറുദുവിലുണ്ട്, ബംഗാളിയിലുണ്ട്, മലയാളത്തിലുണ്ട്. ഞാൻ പറഞ്ഞില്ലേ, ഒരുപാട് രാജ്യക്കാരുണ്ട്. അവരും അങ്ങനെ മറ്റേ വിശ്വസിച്ചിട്ട് വന്നിട്ടുള്ളവരാണ്. ഈ മനുഷ്യ ചരിത്രത്തിൽ ആദ്യത്തെ കൊലപാതകം നടത്തിയ ആദമിൻ്റെ മക്കളാണ്. ഇതിൽ ഗുണപാഠങ്ങൾ നമ്മൾ പറയുന്നുണ്ട്. എത്ര ഉയർന്ന പദവിയിലെത്തിയാലും ശരി, അഹങ്കാരം മനസ്സിൽ കടന്നുകൂടിയാൽ അതോടെ അവൻ ഒന്നിനും കൊള്ളാത്തവനായിത്തീരും. ഇബ്ലീസ് അതിനുള്ള ഏറ്റവും നല്ല ഉദാഹരണമാണ്. ഇതിൽ ഒരു വ്യത്യാസം എന്താ വെച്ചാൽ, ഈ മനുഷ്യനെ ചീത്താക്കുന്നത് ആരാണ് എന്ന് ചോദിച്ചാൽ അവൻ സ്വയമല്ലാത്ത ഈ ആദമിനെ അംഗീകരിക്കാതെ ആകാശത്തു നിന്നും ഭൂമിയിലേക്ക് പുറപ്പെട്ട ആ ദജ്ജാലാണ്. മഷീഹ് ദജ്ജാൽ എന്ന അതിൻ്റെ പേര്. അങ്ങനെ ഒരു ശക്തി, ഒരു കുടിലമായ ശക്തി അള്ളാഹുവിനെ എതിർത്തുകൊണ്ട് ഈ ലോകാവസാനം വരെ ഉണ്ടാവും. അതിനെ ഈസാ നബി വധിക്കുമെന്നാണ് പരിശുദ്ധ ഖുർആനിൽ പറഞ്ഞിരിക്കുന്നത്. ഈ മനുഷ്യകുലം എത്രയോ കുലങ്ങളുണ്ടായിട്ടുണ്ട്. എത്രയോ ലക്ഷക്കണക്കിന് ആളുകൾ മരണപ്പെടുകയും ലക്ഷക്കണക്കിന് ആളുകളെ കൊന്നു കുഴിച്ചു മൂടുകയും ചെയ്തിട്ടുള്ള ഈ ലോകത്ത് ഈ സർവനാശം വിതക്കുന്നത് മഷീഹ് ദജ്ജാൽ എന്നാണ് പറയുക. റബ്ബിനോളം തന്നെ ശക്തി എന്നാണ് അതിനെ പറ്റിയിട്ട് ചില ഭാഗങ്ങളിൽ ഖുർആനിൽ പറഞ്ഞിരിക്കുന്നത്. അത്ര പക്ഷെ അത് ചീത്ത ശക്തിയാണ്, അത് ഡാർക്ക്നെസ്സാണ് അത് സംഭവം. ഇസ്ലാം അല്ലെങ്കിൽ അള്ളാഹു എന്നൊക്കെ പറഞ്ഞാൽ പരമമായ വെളിച്ചമാണ്, അതിൽ ഇരുട്ടില്ല.
ഇരുട്ട് തന്നെ ഗൂഢമായിട്ടുള്ള പല കാട്ടിക്കൂട്ടലും അതിൻ്റെയൊക്കെ ഉസ്താദായിട്ട് വരുന്നൊരു സാധനമാണത്. അപ്പോൾ അത് മനസ്സിൽ കടന്നുകൂടിയാൽ അതോടെ അവൻ ഒന്നിനും കൊള്ളാത്തവനായി തീരും. ഇബ്ലീസ് അതിനുള്ള ഏറ്റവും നല്ലൊരു ഉദാഹരണമാണ്. പിന്നെ ആദമിനെയും ഹവ്വയെയും തെറ്റ് ചെയ്യാൻ പ്രേരിപ്പിച്ചത് അവരുടെ അതിമോഹമായിരുന്നു. ഈ അതിമോഹം അവരിലേക്ക് എടുത്തിട്ടതാരാണ്? പിശാചാണ്. പിശാച് ഈ സ്വർഗത്തിൽ നമ്മളാരും ഉണ്ടാവരുത് എന്ന് വെച്ചിട്ടാണ് നമ്മളെ അങ്ങനെ ചെയ്തിട്ടുള്ളത്. ആദമിനെയും ഹവ്വയെയും തെറ്റ് ചെയ്യാൻ പ്രേരിപ്പിച്ചത് അവരുടെ അതിമോഹമായിരുന്നു എങ്കിൽ മനുഷ്യൻ്റെ കൊടിയ ശത്രു ഇബ്ലീസാണ്. അവന് കരുതിയിരിക്കണം. അവൻ മനുഷ്യനെ കെണിയിൽപ്പെടുത്താൻ തക്കം പാർത്തിരിക്കുകയാണ്. ഈ നാലാമത്തെ ഒരൊറ്റ ചോദ്യം ഗുണപാഠം. അസൂയയും പകയും മനുഷ്യനെ കൊണ്ട് എന്ത് കടുങ്കയും ചെയ്യിക്കും. മനുഷ്യചരിത്രത്തിൽ നടന്ന ആദ്യത്തെ കൊലപാതകം അതിന് തെളിവാണ്. ഈ മനുഷ്യചരിത്രത്തിൽ നടന്ന ആദ്യത്തെ കൊലപാതകം ഏതാണ്? ആദം നബിയുടെ 2 മക്കളും തമ്മിൽ ഏറ്റുമുട്ടിയിട്ട്, പിശാച് പറഞ്ഞതിന് ശേഷം ഏറ്റുമുട്ടിയിട്ട് അവരുടെ സ്വന്തം പെങ്ങൾക്ക് വേണ്ടിയിട്ട്. അവിടെ ചില കമ്മ്യൂണിസ്റ്റുകാർ ചില വാചകങ്ങളൊക്കെ പറയുന്നത് ഞാൻ ഇപ്പോഴും കേട്ടിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ അവർ 2 പേരും പെങ്ങന്മാരല്ലേ, അവർ പിന്നെ എങ്ങനെ വിവാഹം കഴിക്കുകയാണ്? അത് അവളുടെ വിഷയമല്ല. അതാണ് ഈ മറ്റേ ഇതിൻ്റെ പ്രകൃതി എന്ന് പറയുന്നത്. അത് റബ്ബ് തീരുമാനിക്കുന്നതാണ്. പക്ഷെ പിന്നീട് കൊണ്ടുവന്ന സംസ്കാരം പ്രവാചകന്മാരിലൂടെ നമുക്ക് തന്നുകൊണ്ടാണ് നമ്മളെ ഈ നെറ്റിക്ക് നിർത്തിക്കുക. അത് വെച്ചിട്ട് നമുക്ക് നമ്മളെ പെങ്ങന്മാരിനെ കല്യാണിക്കുക അല്ലെങ്കിൽ മറ്റുള്ള അമ്മായിനെ കല്യാണിക്കുക, അമ്മസിനെ, അങ്ങനത്തെ ഒരു ഏർപ്പാടുമില്ല. നമുക്കൊരു സംസ്കാരമുണ്ട്. ആ സംസ്കാരത്തിൽ വിശ്വസിച്ചുകൊണ്ട് അങ്ങനൊരു മറ്റേ അടിപൊളി ഒരു സംസ്കാരം മുഹമ്മദ് നബിയിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല ലോകം മുഴുവൻ നമുക്ക് നൽകുകയും. അപ്പോൾ നമുക്ക് അടുത്ത നെക്സ്റ്റ് പ്രവാചകനെ പറ്റി അടുത്ത വീഡിയോയിൽ നമുക്ക് പരിചയപ്പെടാം. അതുവരെ നിങ്ങൾക്കെല്ലാവർക്കും നല്ലത് ആശംസിച്ചുകൊണ്ട് നിർത്തട്ടെ.